നമ്മളിനി മാവിലും മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ചെറിയൊരു വീഡിയോ വഴി പരിചയപ്പെടുത്താം. അത് നമ്മൾ ഇതിനകത്ത് മൂത്ത കമ്പുകൾ നോക്കണം. മൂത്ത കമ്പുകളും മുകളം വരാറായ കമ്പുകൾ ഇങ്ങനെ മുട്ടച്ച് നിൽക്കും. ആ കമ്പുകളാണ് നമുക്ക് ഏറ്റവും സക്സസ് ആയ. അങ്ങനെ കമ്പുകളിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഒരു 5 ഇഞ്ച് നീളം. ഇത് വേറൊരു കമ്പാണ്. ഇതുപോലെ തന്നെ 5 ഇഞ്ച് നീളമായ കമ്പാണ്. ഈ മുട്ടച്ച് വരാതെ കമ്പുകൾക്ക് നമുക്ക് സക്സസ് റേറ്റ് കൂടുതലുണ്ട്. ഗ്രാഫ്റ്റിങ്ങിൽ പെട്ടെന്ന് തന്നെ അതിന് മുകളം വരും. അപ്പോൾ ഇതിൻ്റെ ഇല നമ്മൾ ചേർത്ത് കട്ട് ചെയ്ത് കളയും. ഇതാണ് ഒരു ആരോഗ്യപരമായൊരു സയോണാണിത്. നമ്മളിത് ഗ്രാഫ്റ്റിംഗ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പോൾ 1, 2, 3, 4 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 5ാമത്തെ ഇനം ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ ഒരു നാംഡോക് മായി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തണ്ടിൻ്റെയും ഇതിന് നമ്മൾ പറയുന്നത് സയോൺ എന്ന് പറയും, ഇതിന് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. ഈ സയോണും റൂട്ട് സ്റ്റോക്കിൻ്റെയും തണ്ടുകൾ തമ്മിൽ ഒരേ വലിപ്പമായിരിക്കണം. അതാണ് നമ്മളിതിനകത്ത് ചെയ്യേണ്ടത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 4 ഇഞ്ച് ഇത് മതി. ഇതിനെ നമ്മൾ സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ വി ഷേപ്പിൽ കട്ട് ചെയ്യും. ഷാർപ്പായിട്ട് ഇതിനെ കട്ട് ചെയ്യും. നല്ല ബ്ലേഡ് ആയിരിക്കണം. ഇതിന് വേണ്ടി ബഡ്ഡിങ് നൈഫ് ഉണ്ട്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ ഒരു സാധാ കത്തിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ബഡ് ചെയ്തതിന് ശേഷം നമ്മൾ എഡ്ജൊക്കെ ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ബ്ലേഡിന് ഒന്നുകൂടി ക്ലിയർ ആക്കുക. ഇതിൻ്റെ ആവശ്യമില്ല എങ്കിൽ തന്നെ നമ്മൾ സക്സസ് റേറ്റ് കൂടുതലുണ്ടാവും. ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിലൊന്നും തൊടാൻ പാടില്ല. ഈ കട്ട് ചെയ്തൊക്കെ ഭാഗത്തൊന്നും തൊടാൻ പാടില്ല. അതിനുശേഷം നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ എവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്തത് നമ്മൾ നോക്കി വെച്ചിട്ട് അത് നമ്മൾ വി ഷേപ്പിൽ ഇത് എത്രമാത്രം കട്ട് ചെയ്തിട്ടുണ്ടോ അത്രയും ഷേപ്പിൽ, അത്രയും ഇതിൽ നമ്മൾ വി ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്ത് ബ്ലേഡിന് കീറും. ഇത് കീറി എടുക്കുമ്പോൾ ചതയാൻ പാടില്ല. ചതയും തോറും ഇതിൻ്റെ ഗ്രാഫ്റ്റ്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ പിളർപ്പിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സയോൺ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ഇറക്കി വയ്ക്കും. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്കിൻ തമ്മിൽ കണ്ട്, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തതും കീറിയ ഭാഗവും അതിൻ്റെ കറക്റ്റാണ്. ഇതിന് നമ്മൾ ഈ ഭാഗം 2 ഭാഗവും കഴിയുമെങ്കിൽ 2 ഭാഗവും നമ്മൾ ഇതിൻ്റെ സ്കിൻ തമ്മിൽ ചേർത്തക്ക വിധത്തിൽ ചേർത്ത് വെക്കണം. എന്നിട്ട് ഇതിനു വേണ്ടി നമുക്ക് ഇറങ്ങുന്ന ബഡ്ഡിങ് പേപ്പറുണ്ട്. ഇതൊരു തരം സോഫ്റ്റായ പ്ലാസ്റ്റിക് പേപ്പറാണ്. ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ചുറ്റും ഈ കട്ട് ചെയ്ത ഭാഗത്ത് മഴവെള്ളം ഇറങ്ങാതെയും കൂടുതൽ ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റുമ്പോൾ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗങ്ങൾ അങ്ങോട്ടും കൊണ്ട് തന്നെ അലൈൻമെൻറ്റ് തെറ്റാത്ത രീതിയിൽ നമ്മളൊന്നുകൂടി സൂക്ഷിച്ച് പിടിച്ച് വേണം ചെയ്യാൻ. അടിയിൽ നിന്ന് മുകളിലേക്കാണ് ടേപ്പ് ചുറ്റേണ്ടത്. മഴവെള്ളം ഇറങ്ങാതിരിക്കുന്ന കൂടി വേണ്ടിയാണ്. ഇപ്പോൾ നമ്മളിത് കവർ ചെയ്തു. ബാലൻസ് വരുന്ന സാധനം ഒന്നുകൂടി നമ്മൾ ചുറ്റി ഇതിങ്ങനെ നമ്മൾ വലിക്കുമ്പോൾ വലിഞ്ഞു പോരുന്നുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇതിനെ കെട്ടി നമ്മൾ വെക്കുന്നു. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഈ കാലാവസ്ഥ വേനൽക്കാലം ആയതുകൊണ്ട് ഇത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിൽ സിപ്പപ്പിൻ്റെ കവർ ഇടും, അല്ലെങ്കിൽ ഏതാണ് പ്ലാസ്റ്റിക് കവർ. ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറാണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് കവറിനുള്ളിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മളൊന്നിങ്ങനെ നിലയ്ക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ മടക്കളിയുടെ എല്ലാം സുഷിരങ്ങൾ ജലകണങ്ങളിരിക്കും. അപ്പോൾ ഇതിനൊരു മിസ്റ്റ് ചേമ്പർ ഇതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുകയാണ്. ഇതിങ്ങനെ ഇടുമ്പോൾ ഒരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ ഇതിൻ്റെ ഉള്ളിൽ സംജാതമാവും. അപ്പോൾ ഇതിനെ ഗ്രാഫ്റ്റിംഗ് വിജയിക്കാൻ വേണ്ടിയിട്ട് വളരെ സക്സസ് ആണ്. ഇത് നമ്മൾ ഇതിനകത്ത് ജലതുള്ളികൾ ചാടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് റബ്ബർ ബാൻഡ് ഇട്ട് ഇതിൻ്റെ ചൂടറ്റം കിട്ടും. ചിലരൊന്നും ചെയ്യാറില്ല. ചിലർ വേറെ സിപ്പപ്പിൻ്റെ കവർ ഇടുന്നുള്ളൂ. മഴക്കാലത്താണ് എങ്ങനെ മതി. വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടും. ഇത് നമ്മൾ പിടിച്ചു എങ്കിൽ നമ്മളൊരു 15 ദിവസം ആകുമ്പോഴത്തേക്കും ഈ മുകളം ഇതിലൂടെ തള്ളി വരാൻ നമുക്ക് ഈ സുതാര്യമായ പേപ്പറിലൊക്കെ കാണാം. ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മുകളം വന്നു തുടങ്ങും. മുകളം വന്ന് ചെറിയ ഇല ഞെട്ടുകൾ പുറത്തേക്ക് തള്ളി വരുമ്പോൾ നമ്മൾ ഈ കെട്ട് ഇതിന് റബ്ബർ ബാൻഡ് ഇതുപോലെ അയച്ചെടുക്കും.
ഇതിന് ആ തളിർപ്പ് പോകാത്ത രീതിയിൽ ഊരിയെടുക്കും. ഇങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ റിലീസാക്കും. പിന്നെ നമുക്കിതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഗ്രാഫ്റ്റിംഗ് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു തണുത്ത അറ്റ്മോസ്ഫിയർ അതിനകത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നനഞ്ഞ കവറിനകത്ത് കവർ ചെയ്യുന്നത്. അതെ, ഇതിനകത്ത് ഇപ്പൊ ആളുകൾക്ക് ഇപ്പൊ മാക്സിമം 5 എണ്ണമായി. ഇനി ഇതിനകത്ത് ചെയ്യില്ല, കാരണം ഇത് 5 വെറൈറ്റി ആയി. ഇതിൻ്റെ അകത്ത് ഇനി ചെയ്യാനുള്ള കമ്പില്ല. ഇങ്ങനെ 6 എണ്ണം വേണം 7 എണ്ണം വേണം എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് നമ്മൾ ബ്രാഞ്ച് കൂടുതലുള്ള ഇതിൽ ചെയ്തു കൊടുക്കും. പിന്നെ ആളുകൾ മിനിമം എല്ലാത്തിലും 3-4 എണ്ണം ഉണ്ട്. ചില ആളുകൾക്ക് ചില വെറൈറ്റി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് അഡീഷണൽ കമ്പിനകത്ത് അങ്ങനെ തൈ നോക്കിയിട്ട് കൊടുക്കും. ഇതിനാവശ്യമായ എല്ലാ 70ഓളം ഇനം മാവിൻ്റെ കമ്പുകൾ ഇവിടെയുണ്ട്. വ്യത്യസ്ത ഇനങ്ങൾ, നാടനും വിദേശീയമായ മാവുകളുടെ കമ്പുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് തൈയായിട്ട് കൊടുക്കുന്നത്. മാങ്ങ കുറച്ചായാലും നാം ഡോക്കുമായി ആകറുണ്ട്. ചന്ദ്രകാലം